1964 ശരത്കാലത്താണ് അമേരിക്ക ബഹിരാകാശത്തു നിന്ന് വന്നത് എന്ന പോലെ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഡിസൈനിൽ ഒരു പുതിയ പ്ലെയിൻ പരീക്ഷണ പറക്കലിന് റെഡിയാക്കിയത്. ഇതുവരെ പറന്നതിൽ വച്ച് ഏറ്റവും വേഗതയേറിയ വിമാനങ്ങളിൽ ഒന്നാണിത്. ഏതൊരു യുദ്ധവിമാനത്തെയും മറികടക്കാൻ കഴിയുന്ന ഒരു ഭീമൻ ഭൂഖണ്ഡാന്തര ബോംബർ. വളരെ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം. അതിനാൽ തന്നെ ഇത് അമേരിക്കയുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. പക്ഷേ ഇതൊരു ബോംബർ ആയതിനാൽ മാനവരാശിക്ക് ഇതുകൊണ്ട് യുദ്ധത്തിനല്ലാതെ മറ്റൊരു ഉന്നമനത്തിനും ഉപകരിക്കുകയില്ല. അതിനാൽ ഇത് വൻ ദുരന്തത്തിലേക്കും വഴിവെക്കും എന്നത് മറ്റൊരു വശം. 1950കളുടെ മധ്യത്തോടെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സംഘർഷങ്ങൾ എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. ശത്രു പ്രദേശങ്ങൾക്കുള്ളിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭൂഖണ്ഡാന്തര ബോംബറുകൾ ഇരുപക്ഷത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊതുങ്ങാതെ അമേരിക്ക ഒരു അത്യാധുനിക ഓൾ ജെറ്റ് ബോംബർ വികസിപ്പിച്ചെടുത്തു. അതാണ് XB-70 വാൽക്കാറെ. വെൽക്കം ടു ഫാക്ട് സ്റ്റോറീസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എബിൽ. അമേരിക്കയുടെ തന്നെ പുതിയ B-52വിന് ദീർഘദൂരത്തേക്ക് വലിയ പേലോഡുകൾ വഹിക്കാൻ കഴിയും. പുതിയതായി അവതരിപ്പിക്കാൻ പോകുന്ന B-58 സൂപ്പർസോണിക് വേഗതയിൽ കുതിക്കും. എന്നാൽ നേർക്ക് നേരെ നിന്നുള്ള ഒരു പോരാട്ടത്തിൽ സോവിയറ്റ് യൂണിയന് ഇതിനൊക്കെ ബദലായി ബോംബറുകളുണ്ട്. സൂപ്പർസോണിക് B-58 ഏതൊരു ഇൻ്റർസെപ്റ്ററിനെയും പോലെ വേഗത്തിൽ പറക്കാൻ കഴിയും. പക്ഷേ പരിമിതമായ ദൂരപരിധിയും പേലോഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യോമസേനയ്ക്ക് ആവശ്യമായിരുന്നത് ഒരു പുതിയ തരം വിമാനമായിരുന്നു. സോവിയറ്റുകൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനുമപ്പുറം എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു ഹെവി ബോംബർ. എന്നാൽ അത്തരമൊരു വിമാനം സാധ്യമാണോ എന്ന് പലരും സംശയിച്ചു. കാരണം വിമാനത്തിൻ്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാൻ ആണവോർജ്ജം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിനു പകരമായുള്ള ഊർജ്ജ സ്രോതസ്സ് കണ്ടുപിടിക്കുകയോ എന്നിവയാണ് അവർക്ക് മുന്നിലുള്ള പോംവഴി. ഏറ്റവും പ്രായോഗികമായ പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ സബ്സോണിക് രീതിയിൽ പറക്കുന്ന ഒരു വിമാനത്തെ അതിൻ്റെ ചിറകിൻ്റെയും ഇന്ധന ടാങ്കിലെയും മാറ്റം വരുത്തി സൂപ്പർസോണിക് പതിപ്പ് നിർമ്മിക്കുക എന്നതായിരുന്നു. എന്നാൽ അവർക്ക് സബ്സോണിക്കിൽ നിന്ന് സൂപ്പർസോണിക്കിലേക്ക് മാറാനുള്ള ഒരു വാഹനത്തിൻ്റെ രൂപകൽപ്പന അതിവേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമായി. അങ്ങനെ 1957 വ്യോമസേന ഒരു അടുത്ത തലമുറ ബോംബറിൻ്റെ വികസനം ആരംഭിച്ചു. അതിനവർ ആഗ്രഹിക്കുന്ന പ്രകടനങ്ങൾ അതിമോഹം എന്ന് തന്നെ വേണം പറയാൻ. അത് B-52വിനേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ പറക്കണം. അതും 25,000 അടി ഉയരത്തിൽ, സമാനമായ പേലോഡും ഇന്ധനക്ഷമതയോടും കൂടി. പ്രമുഖ വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിനെയും നോർത്ത് അമേരിക്കൻ ഏവിയേഷനെയും ഒരു രൂപകൽപ്പനയ്ക്കായി ക്ഷണിച്ചു. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വ്യോമസേന ഉദ്ദേശിക്കുന്ന ആഗ്രഹവും ആശയവും പറഞ്ഞു കൊടുത്തു. ബോയിങ് വിജയിക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. കാരണം B-52വിൻ്റെ ഒരു പരമ്പര തന്നെ ബോയിങ്ങിന് ഉണ്ടായിരുന്നു. എന്നാൽ പര്യവേഷണങ്ങൾക്കിടയിൽ നോർത്ത് അമേരിക്കൻ ഏവിയേഷൻ സുപ്രധാനമായ ഒരു ഗവേഷണം കണ്ടെത്തി. കംപ്രഷൻ ലിഫ്റ്റ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന അധികമാരും അറിയാത്ത ഒരു റിപ്പോർട്ട്. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഷോക്ക് തരംഗങ്ങൾ സാധാരണയായി വിമാനത്തിൽ നിന്ന് അകന്നു പോകും. എന്നാൽ അവയെ ചിറകുകൾക്കടിയിലൂടെ തിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ ഈ ഷോക്ക് തരംഗങ്ങൾ ഉപയോഗിച്ച് വിമാനത്തിന് അധിക ലിഫ്റ്റ് അഥവാ തള്ളൽ സൃഷ്ടിക്കാൻ കഴിയും. ഈ തത്വം ഉപയോഗിച്ച് ഉയർന്ന സൂപ്പർസോണിക് വേഗതയിൽ കൂടുതൽ കാര്യക്ഷമമായി പറക്കാൻ നോർത്ത് അമേരിക്കൻ ഏവിയേഷൻ്റെ ഈ തത്വം വാദിച്ചു. അങ്ങനെ സൂപ്പർ ഫൈറ്റർ നിർമ്മിക്കാനുള്ള തിരഞ്ഞെടുപ്പിൽ ബോയിങ്ങിനെ പിന്തള്ളി നോർത്ത് അമേരിക്കൻ ഏവിയേഷൻ മുൻപന്തിയിലെത്തി. 1957 നോർത്ത് അമേരിക്കയുടെ ഡിസൈൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ ഫൈറ്ററിന് വാൽക്കാറായി B-17 എന്ന പേര് നൽകുകയും ചെയ്തു. ഈ വേഗത കൈവരിക്കുന്നതിനായി 6 ടർബോ എഞ്ചിനുകൾക്ക് സങ്കീർണമായ ഒരു ഇൻടേക്ക് നൽകി. ഉയർന്ന സൂപ്പർസോണിക് വേഗതയിൽ എഞ്ചിനുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ എഞ്ചിനുകൾ ഒപ്റ്റിമൈസ് ചെയ്തു. അവ വേണ്ടത്ര ശക്തമായിരുന്നതിനാൽ ഒരു എഞ്ചിൻ്റെ പ്രവർത്തനം നിന്നാൽ പോലും വാൽക്കാറിന് മാക്ക് 3ൻ്റെ സ്പീഡ് നിലനിർത്താൻ കഴിയും. അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വരുവാനും കഴിയും. എന്നാൽ ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയിൽ പറക്കുമ്പോൾ എയർ ഫ്രെയിമിലെ കൈനറ്റിക് എനർജി വളരെ തീവ്രമായിരുന്നു. അത് ക്രമേണ വിമാനത്തിൻ്റെ അലൂമിനിയത്തെ മൃദുവാക്കും. അതിനും അവർ ഒരു പോംവഴി കണ്ടെത്തി. വിമാനത്തിൻ്റെ ഉൾഭാഗം തണുപ്പിക്കുന്നതിനായി എയർ ഫ്രെയിമിലുടനീളം ഇന്ധനം വിതരണം ചെയ്തു. 75,000 അടി ഉയരത്തിൽ പോലും ഇതിന് ശക്തമായ വായുമർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എസ്കേപ്പിംഗ് സിസ്റ്റം ബോംബറിന് നൽകി. അതിനാൽ തന്നെ വിമാനത്തിനകത്തെ പൈലറ്റുമാർക്ക് ഫ്ലൈറ്റ് സ്യൂട്ടുകൾ ധരിക്കേണ്ടി വരില്ല. പറഞ്ഞതുപോലെ ഈ വേഗത ഈ ഫൈറ്റർ കൈവരിച്ചാൽ
മണിക്കൂറുകൾ കൊണ്ട് തന്നെ ലോകത്തെവിടെയും വാൽക്കാറയ്ക്ക് ന്യൂക്ലിയർ പേലോഡുകൾ എത്തിക്കാൻ കഴിയും. ആദ്യത്തെ പരീക്ഷണാത്മകമായ വാൽക്കറൈ 17 പ്രോട്ടോടൈപ്പ് 1964 മെയ് മാസത്തിൽ അനാച്ഛാദനം ചെയ്തു. തുടർന്നുള്ള മാസങ്ങളിൽ പരീക്ഷണ പറക്കൽ നടത്താൻ അവർ തീരുമാനിച്ചു. എന്നാൽ കാര്യങ്ങൾ അത്ര സുഗമമായി നടന്നില്ല. പ്രാരംഭ ഗ്രൗണ്ട് ടെസ്റ്റുകൾ വളരെയധികം സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിമാനത്തിൻ്റെ നിർമ്മാണം മുതൽ മാസങ്ങളോളം വൈകി. പ്രശ്നങ്ങളുടെ ഒരു പട്ടിക തന്നെ നോർത്ത് അമേരിക്കൻ ഏവിയേഷൻ നിരത്തി. ഇതിനെല്ലാം ശേഷം വാൽക്കറൈ 70 സെപ്റ്റംബർ 21 അതിൻ്റെ ആദ്യ പറക്കലിന് തയ്യാറായി. ബഹിരാകാശത്തെ അതികായനായ ഒരു ബോംബർ ആദ്യമായി പറന്നുയർന്നപ്പോൾ ആഘോഷങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ആയിരുന്നു. എന്നാൽ ആഘോഷങ്ങൾക്ക് അധികം ആയുസ്സില്ലായിരുന്നു. ആദ്യത്തെ പ്രശ്നം ഹൈഡ്രോളിക് ചോർച്ചയായിരുന്നു. ലാൻഡിംഗ് ഗിയർ വീൽ വലിക്കാൻ പറ്റാതായി. താമസിയാതെ വേഗം കൺട്രോൾ ചെയ്യാനാവാതെ ഒരു എൻജിൻ ഷട്ട് ഡൗൺ ആയി. ലാൻഡിങ്ങിനായി പ്രോട്ടോടൈപ്പ് തിരികെ വന്നപ്പോൾ ബ്രേക്ക് തകരാറിലായി. ടയർ പൊട്ടിത്തെറിച്ച് തീപിടിച്ചു. ഒരു പ്രശ്നം പരിഹരിച്ചപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ അവസാനം ഒക്ടോബർ 12 വാൽക്കാറൈ ആദ്യമായി ശബ്ദ വേഗത മറികടന്നു. മാക്ക് 1 മുകളിൽ. അത് കഷ്ടിച്ച് 10 സെക്കൻഡ് മാത്രം. എന്നാൽ ഈ പരീക്ഷണം തുടർന്നപ്പോൾ ചൂട് കാരണം അടിച്ച പെയിൻറ് അടർന്നു വീഴാൻ തുടങ്ങി. ഓരോ പറക്കലിനും ഓരോ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരുന്നു. അവസാനം വാൽക്കറൈ മാക്ക് 2.6 വേഗതയിലെത്തിയപ്പോൾ തിരശ്ചീന സ്ലിറ്റർ കീറി എൻജിൻ ഡക്റ്റിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. 4 എഞ്ചിനുകൾ തകർന്നു. പൈലറ്റുമാർ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. പക്ഷേ എല്ലാ എഞ്ചിനുകളും മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. അതിനുശേഷം ഒക്ടോബർ 14 വാൽക്കറൈ മാക്ക് 3 സ്പീഡിലെത്തി. എന്നാൽ വെറും 2 മിനിറ്റ് കൊണ്ട് ചിറകിൻ്റെ മുൻവശത്തെ ഒരു വലിയ ഭാഗം പൊട്ടി വീണു. വീണ്ടും ഒരു അടിയന്തര ലാൻഡിംഗ്. എന്നിരുന്നാലും വാൽക്കറൈ അതിൻ്റെ മാക്ക് 3 വേഗം കൈവരിച്ചു. അത്തരമൊരു അത്യാധുനിക വിമാനം വികസിപ്പിക്കുന്നതിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ ആ പ്രൊജക്റ്റിനേക്കാൾ വളരെ വലിയൊരു പ്രശ്നം ഉയർന്നു വന്നു. തുടക്കം മുതൽ തന്നെ സോവിയറ്റ് വ്യോമ പ്രതിരോധത്തിൽ നിന്ന് വാൽക്കറൈ സുരക്ഷിതമായിരിക്കുമോ എന്നതിനെക്കുറിച്ച് ഗുരുതര പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. കാരണം 1950കളുടെ മധ്യത്തിൽ അവതരിപ്പിച്ച ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായി മാറിയിരുന്നു. 1960കളിൽ സോവിയറ്റ് യൂണിയൻ്റെ കൈവശം ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടായിരുന്നു. വാൽക്കറയുടെ അപ്പുറമുള്ള ലക്ഷ്യങ്ങളെപ്പോലും അവയ്ക്ക് തകർക്കാൻ കഴിയുമായിരുന്നു. ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ മിസൈൽ സാങ്കേതികവിദ്യ വാൽക്കറയെ മറികടന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയൊരു പ്രൊജക്റ്റ് കൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർന്നതിനാൽ വിമാനത്തെ പ്രസക്തമായി നിലനിർത്താനുള്ള വഴികൾക്കായി എഞ്ചിനീയർമാർ പരക്കം പാഞ്ഞു. എന്നാൽ വികസനത്തിനായി ഇതിനകം തന്നെ ദശലക്ഷക്കണക്കിന് ചെലവഴിച്ചതിനാൽ 1966 വ്യോമസേനയെക്കൊണ്ട് ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് ചെയ്യിപ്പിച്ചു. നാസ സൂപ്പർസോണിക് ഫ്ലൈറ്റിനെക്കുറിച്ച് വിലപ്പെട്ട ഗവേഷണങ്ങൾക്കായി പ്രോട്ടോടൈപ്പുകൾ നിരീക്ഷിച്ചു. ആദ്യത്തേതിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ പ്രോട്ടോടൈപ്പ് കൂടുതൽ കഴിവുള്ള വിമാനമാണെന്ന് തെളിയിക്കപ്പെട്ടു. മെയ് 19 നടന്ന പരീക്ഷണ പറക്കലിൽ അത് മാക്ക് 3 വേഗത്തിനുമപ്പുറം എത്തി. 30 മിനിറ്റിലധികം നേരത്തേക്ക് ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയിൽ നമ്മുടെ വാൽക്കറൈ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഒരു ദശാബ്ദക്കാലത്തെ അമേരിക്കയുടെ അഭിലാഷം അങ്ങനെ പൂവണിഞ്ഞു. എന്നാൽ അവർ പ്രതീക്ഷിക്കാതെ അവരെ കാത്ത് ഒരു ദുരന്തം ഇരിപ്പുണ്ടായിരുന്നു. ജൂൺ 8 രണ്ടാമത്തെ പ്രോട്ടോടൈപ്പിനൊപ്പം വ്യോമസേനയുടെ 4 വിമാനങ്ങളും അഭ്യാസ പ്രകടനങ്ങൾക്കായി ഏകീകൃതമായി തയ്യാറെടുത്തു. എന്നാൽ പറന്നുയർന്ന് മിനിറ്റുകൾക്കകം പിന്നിലായി സഞ്ചരിച്ചിരുന്ന ഒരു വിമാനം വാൽക്കറയിൽ ഇടിച്ചു. വാൽക്കറയുടെ ലംബ സ്റ്റെബിലൈസറുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും 16 സെക്കൻഡ് നേരത്തേക്ക് വാൽക്കറൈ നേരെയും ലംബമായി പറന്നു. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഭൂമിയിൽ പതിച്ചു. 2 പൈലറ്റുമാരും $1 ബില്യൺ വിലയുള്ള വിമാനവും ദുരന്തമായി മാറി. അത് പ്രോഗ്രാമിന് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. വാൽക്കറൈ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെ ആയിരുന്നു. അമേരിക്കയുടെ ബോംബർ സേനയിൽ ഒരിക്കലും ചേരാൻ പറ്റിയില്ലെങ്കിലും ശീതയുദ്ധത്തിൽ വാൽക്കറയുടെ ഗവേഷണം സോവിയറ്റുകളുടെ ഉറക്കം കെടുത്തിയിരുന്നു. കാരണം 1955 അമേരിക്കക്കാർ സൂപ്പർസോണിക് ദീർഘദൂര ബോംബർ വികസിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ അതിന് തുല്യമായ ഒന്ന് വികസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ സത്യത്തിൽ 2 പേർക്കും ആ കാര്യത്തിൽ വിജയിക്കാനായില്ല. വാൽക്കറയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം എബിൽ. അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം. എന്നോടുള്ള സപ്പോർട്ട് സബ്സ്ക്രൈബായും അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി വരുന്നതുവരെ ബൈ.